പൗത്രത്തിലെ പുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണം. കമലമ്മ പറയാണ്, അമ്മ കൂട്ട് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി, നമ്മൾ ആളെ നിർത്തി ജോലി ചെയ്യിപ്പിക്കാം. അപ്പം അച്ഛമ്മ പറയണേ, എന്തിന്? അതിന് നന്ദിനി ഇല്ലേ? ആഹാ, എൻ്റെ അടുത്ത് വീട്ടിലെ പണി മാത്രം ചെയ്താൽ മതി എന്ന് അച്ഛൻ പറഞ്ഞേക്കുന്നത്. അത് കുഴപ്പമില്ല, അതിൻ്റെ ഇടവേളയിൽ ഞാൻ നിന്നെക്കൊണ്ട് ഇതൊക്കെ പറഞ്ഞൊന്ന് ചെയ്യിപ്പിച്ചോളാം എന്ന് അച്ഛമ്മയും പറയുന്നുണ്ട്. എന്താ മോളുടെ ബിസിനസ്സിൻ്റെ പേരെന്താ എന്ന് ശ്രീജയെടുത്ത് ചോദിക്കണം. ശ്രീജ പറയുന്നത് ശ്രീ പ്രോഡക്ട്സ്. അങ്ങനെ മുടങ്ങി കിടക്കുന്ന എൻ്റെ അമ്മണീസ് കിച്ചൺ റീൽസ് നാളെ മുതൽ ശ്രീ പ്രോഡക്ട്സിലൂടെ തുടങ്ങുന്നതാണെന്നും പറഞ്ഞ് മുത്തശ്ശി പറയുകയാണ്. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ഈ സമയത്ത് വിക്രം വർക്ക്ഷോപ്പിൽ പോയി നിന്ന് കാര്യങ്ങളൊക്കെ പറയാണ്. അജേട്ടൻ പറഞ്ഞാണ്, അറിഞ്ഞു വെച്ചുകൊണ്ട് ചെയ്തതാണ്. അത് തന്നെ തിരിച്ചടിക്കത്തില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ സമയം തിരഞ്ഞെടുത്തതെന്ന് ജോസഫും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടൻ പറയാം, കഷ്ടകാലത്തിന് നമ്മൾ മാല ഇട്ട് പോയി, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അതിനൊരു വഴിയുണ്ടെന്ന് ജോസഫ് പറയുന്നത്. എന്ത് വഴിയെന്ന് രാജേട്ടനും ചോദിക്കുന്നുണ്ട്. വിക്രം മാത്രമല്ലേ 41 ദിവസം വ്രതം നിന്ന് മാലയിട്ട് ചവിട്ടാവെന്ന് പറഞ്ഞത്. നമുക്ക് നാളെ തന്നെ പോയി അയ്യപ്പനെ കണ്ടു തൊഴുതിട്ട് വന്നിട്ട് ഇതിനുള്ള മറുപടി കൊടുക്കാം എന്ന് ജോസഫ് പറയണം. ഒന്നും നടക്കുന്ന കാര്യമില്ലെന്ന് രാജേട്ടൻ പറയുന്നു. പിന്നെ എന്ത് വേണം? ഇഞ്ചിഞ്ചായി നമ്മളെ ചതയ്ക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതിന് കൂട്ട് വാസവനും ഉണ്ട്. എല്ലാം കൂടെ നമ്മൾ ഒറ്റയ്ക്ക് മിണ്ടാതെ നിന്ന് വാങ്ങിക്കണം എന്നാണോ പറയുന്നതെന്ന് ജോസഫ് ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ വിക്രം പറയുന്നത്, മിണ്ടാതിരിയോ ജോസഫേ, വേറെ വഴി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. എന്തായാലും ശ്രീനി സാറിൻ്റെ അടുത്ത് ഈ കാര്യം ഒന്ന് പറയട്ടെ എന്ന് വിക്രം പറയാണ്. പിന്നെ കാണിക്കുന്ന അച്ഛമ്മയും വേദയും കൂടെ സംസാരിക്കുകയാണ്. അപ്പം അച്ഛമ്മയാണെങ്കിൽ ഒരു സാരി എടുത്ത് വേദയ്ക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് വേദ എടുത്ത് പറയാണ്, ഒരു വട്ടം ഞാൻ സാവത്രിയെ വിളിച്ചപ്പോൾ സാവത്രി പറഞ്ഞാൽ മോള് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയെന്ന്. അന്നേ വിചാരിച്ചതാ മോക്കൊരു വെള്ള സാരി വാങ്ങിച്ച് തരണമെന്ന്. ഇതാകുമ്പോൾ ദിവസവും മോക്ക് കൊടുക്കാമല്ലോ. കളർ എന്തെങ്കിലും വാങ്ങിച്ചാൽ മോക്ക് ഇഷ്ടമായില്ലെങ്കിലോ. വേദ പറയാണ്, അച്ഛമ്മ എന്ത് തന്നാലും എനിക്ക് ഇഷ്ടപ്പെടും. അച്ഛമ്മ മുത്തശ്ശിയെ വിളിക്കാറുണ്ടോ? വിളിക്കാറുണ്ട്. അപ്പം ചെന്നൈയിലാണെന്നാണ് പറഞ്ഞതെന്ന് പറയാണ്. ഉടനെ ഒന്നും നാട്ടിലേക്കില്ലെന്നാ മുത്തശ്ശി പറയുന്നതെന്ന് വേദ പറയാണ്. എനിക്ക് അമ്മയ്ക്കൊക്കെ അടുപ്പം മുത്തശ്ശിയോടായിരുന്നു. ഞാൻ എല്ലാ കാര്യവും ഷെയർ ചെയ്തിരുന്നത് മുത്തശ്ശിയോടത്തായിരുന്നു. ഇനി അച്ഛമ്മയുണ്ടല്ലോ എന്ന് അച്ഛമ്മ പറയാണ്. ഞാൻ വരുന്നതിൻ്റെ തലേന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചു. അപ്പം ഗംഗാധരൻ്റെ ഭാര്യയാണെങ്കിൽ എന്നെ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഷോപ്പിംഗ് മാളാണെന്ന് തോന്നുന്നു. അവിടെ കൊണ്ടുപോയിട്ട് പറയാണ്, ഇതൊന്നും അമ്മ നാട്ടിലൊന്നും കണ്ടിട്ടില്ലായിരിക്കും എന്ന് അവൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ കേരളത്തിലാണെങ്കിൽ ഓരോ പഞ്ചായത്തിലും ഓരോ ഷോപ്പിംഗ് മാളാണെന്ന് പറഞ്ഞു. ഇപ്പോഴും ബോംബെക്കാരുടെ വിചാരം ഇന്ത്യക്കൊക്കെ വലിയത് ബോംബെ ആണെന്നും പറഞ്ഞ് അച്ഛമ്മ ചിരിക്കുകയാണ്. എന്നിട്ട് കയ്യിലിരുന്നൊരു കമ്മലൊക്കെ എടുത്ത് വേദയ്ക്ക് കൊടുത്തിട്ട് പറയുക, ഇതാ പിടിക്ക്, ഇഷ്ടമായോ മോക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അച്ഛമ്മ. പറയാണ്, ഇഷ്ടമായി. ശ്രീജിക്ക് ഞാനൊരു സാരി വാങ്ങിച്ചിട്ടുണ്ട്. വേദ വയ്ക്കുക, അയ്യോ നന്ദിനി ഏട്ടത്തിക്കൊന്നും വാങ്ങിച്ചില്ലേ? ആസത്തിനൊരൊന്നും വാങ്ങിക്കണ്ടെന്നാണ് വിചാരിച്ചത്. പിന്നെ കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടി ഒരു സാരി വാങ്ങിച്ച്. അത് നന്നായി. ഇല്ലെങ്കിൽ അച്ഛമ്മ പക്ഷപാതം കാണിച്ചെന്ന് പറഞ്ഞ് ഇവിടെ വഴക്കുണ്ടായെന്നെ. മാലയും കമ്മലൊന്നും അവർക്കാർക്കും ഇല്ല കേട്ടോ. വേറൊരു സമ്മാനം കൂടെ ഉണ്ടെന്നും പറഞ്ഞ് അച്ഛമ്മയുടെ കൈ കഴിയുന്ന മോതിരം ഊരി വേദയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ വേദ പറയാണ്, ഇതൊന്നും എനിക്ക് വേണ്ട മുത്തശ്ശി, ഇതൊന്നും വേണ്ട അച്ഛമ്മയെ എന്ന് പറയാണ്. അത് നീ എൻ്റെ കൈ വെച്ചോ, അച്ഛമ്മ മനസ്സറിഞ്ഞ് തന്നെയാണ്. എൻ്റെ വിക്രത്തെ നീ ഇത്രയും മാറ്റിയെടുത്തില്ലേ, അതുകൊണ്ട് ഞാൻ മോക്ക് തന്നതാണ്. കയ്യിലൊന്നും ഇടണ്ട കേട്ടോ, സൂക്ഷിച്ച് വെച്ചിരുന്നാൽ മതി എന്ന് അച്ഛമ്മ പറയാണ്. ഇനി അച്ഛനും മകനും തമ്മിലുള്ള പഴയ അടുപ്പം ഉണ്ടാക്കണം. അതിന് വേണ്ടുന്ന സൂത്രമൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് മോക്ക് എന്ന് അച്ഛമ്മ പറയുകയാണ്. പിന്നെ കാണിക്കുന്ന വാസവൻ്റെ അടുത്ത് ശ്രീനിവാസിൻ്റെ അടുത്താണ്. വിക്രം അവിടെ ശ്രീനിവാസിൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് വേദയ്ക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പം വിക്രം പറയാണ്, ഇല്ലില്ല ഒന്നും പറ്റിയില്ല, പക്ഷേ അവൾ നന്നായിട്ട് പേടിച്ചു. അപ്പോൾ സുധ പറയാണ്, ഞാൻ വിചാരിച്ചു അയാളെല്ലാം നിർത്തിയെന്ന്. അയാളുടെ മകൻ സുഖമായി വീട്ടിലേക്ക് പോയപ്പോൾ എല്ലാം കൊണ്ട് ഇതോടെ കൊണ്ടുവന്ന് അവസാനിച്ചു എന്ന് വിചാരിച്ചു എന്ന് സുധ പറയാണ്. അന്നേരം പുളിയൻ പറയാണ്, അന്നേരമല്ലേ വിക്രം ഗോഡൗൺ കത്തിക്കാൻ പോയത്? ഗോഡൗൺ കത്തിച്ചതിന് തിരിച്ച് വീട് കത്തിച്ചില്ലേ എന്ന് സുധ പറയാണ്. നമ്മൾ തന്നെ വിക്രത്തിനടുത്ത് പറഞ്ഞില്ലേ ഇനി അങ്ങോട്ടൊന്നും ചെയ്യാൻ പോകണ്ട എന്ന് പറയണം. അപ്പം ശ്രീനി സാറ് പറയാണ്, ഇനി അങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല, തിരിച്ച് പ്രതികരിക്കണം വിക്രം. അതെങ്ങനെയാണ് സാറേ, എന്നെ മാല ഇടിപ്പിച്ച് കറുപ്പ് പിടിപ്പിച്ച് നിർത്തിയേക്കില്ലേ, എൻ്റെ കയ്യും കാലും കിട്ടിയേക്കല്ലേ, പിന്നെ ഞാൻ എങ്ങനെ പ്രതികരിക്കും എന്ന് വിക്രം ചോദിക്കുകയാണ്. പുളിയൻ പറയാണ്, അങ്ങോട്ടൊന്നും കൊടുക്കാനും പറ്റത്തില്ല, ഇങ്ങോട്ട് വരുന്നത് പ്രതികരിക്കാനും പറ്റാത്ത ഒരവസ്ഥയാണല്ലോ, മുട്ടമണിയാണല്ലോ വിക്രമസ്വാമിക്ക് കിട്ടിയത് എന്ന് പുളിയൻ പറയാണ്. ശ്രീനി സാറ് പറയാണ്, വിക്രം മാത്രമേ ഉള്ളല്ലോ മാല ഇട്ടത്, ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം, ഞാൻ ഇതിന് പ്രതികാരം ചെയ്തോളാം എന്ന് ശ്രീനി സാറ് പറയാണ്. വിക്രം പറയാണ്, വേണ്ട സാറേ, ഞാൻ എന്നത്തേക്കും വേണ്ടി മാല ഇട്ടേക്കുമല്ലോ, ഞാൻ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഇതിനുള്ള പ്രതികാരം ഞാൻ ചെയ്തോളാം എന്ന് പറയാണ്. അപ്പോൾ സുധ പറയാണ്, അന്നേരം വേറെ എന്തെങ്കിലും കാര്യം കൊണ്ട് വേദ വന്നാൽ എന്ത് ചെയ്യും? അന്നേരം അങ്ങനെ നടക്കത്തില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയണം. അപ്പോൾ ശ്രീനി സാറ് പറയണം, അതൊക്കെ വിട് വിക്രം,
നീ എന്നെ എന്തായാലും സൂക്ഷിക്കണം. ആ വാസനും ശ്രീകാന്തും കൂടെ ഒരു ഉടമ്പടിയൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. എന്നെ കാണാൻ വന്ന് ഞാൻ നിന്നെ ഒഴിവാക്കിയാൽ അത്രയും നല്ലത് എന്നും പറഞ്ഞുകൊണ്ടാണ് വന്നത്. അപ്പോൾ സുധ പറയുകയാണ്, വേദ ഉദ്ദേശിക്കുന്നത് ശ്രീനി സാറുമായിട്ട് ചേട്ടനുമായിട്ട് നീ പിരിയണമെന്ന്. അവളുടെ വേദയുടെ ചേട്ടനും ശ്രീകാന്തും വിചാരിക്കുന്നത് നിങ്ങൾ തമ്മിൽ പിരിയണമെന്നാണ്. വിക്രം പറയണം, ആരൊക്കെ എന്തൊക്കെ വിചാരിച്ചാലും ഞാനല്ലേ അവസാന കാര്യം തീരുമാനിക്കേണ്ട ചേച്ചി എന്ന് പറയുകയാണ്. വേദയും ഇമോഷണൽ ഗെയിമാണ് കളിക്കുന്നത്. എൻ്റെ മരുമകനെതിരെ നീ തിരിയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞാണ് അവൾ നിന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്ന് ശ്രീനി സാർ പറയാണ്. വേദയെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കോളാം സാറേ, അതൊന്നും വേണ്ട, അത് വിട്ടേരെ. ഇനി നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ട, മല ചവിട്ടി വരുന്നവരെ നീ ഇനി പുറത്തിറങ്ങണ്ട. എന്തായാലും വേദ നിന്നെ മല ചവിട്ടാമെന്ന് വിചാരിച്ചതല്ലേ, അത് തന്നെ നടക്കട്ടെ എന്ന് പറയുകയാണ്. പിന്നെ കണിയുന്ന ശ്രീജയും വേദയും കൂടെ ബാങ്കിൽ വരികയാണ്. ബാങ്കിൽ വന്നിട്ട് ബാങ്കിൻ്റെ പ്രൊസീജിയറുകളൊക്കെ ബാങ്കിൽ വന്ന് മാനേജറിനെ കണ്ട് വേണ്ടുന്ന പ്രൊസീജിയറൊക്കെ നടത്തുന്നുണ്ട്. അപ്പം മാനേജർ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഒരു ഇൻസ്പെക്ഷൻ കാണും. നിങ്ങൾ സംശയം ഉണ്ടായിട്ടൊന്നും അല്ല എന്ന് മാനേജർ പറയുന്നുണ്ട്. അങ്ങനെ സൈൻ ഇടാക്കാനുള്ള പേപ്പറൊക്കെ എടുത്തു കൊടുക്കണം. അങ്ങനെ ശ്രീജ സൈൻ ഇടുന്നുണ്ട്. പ്രാർത്ഥിച്ചിട്ട് സൈനിട്ട് ശ്രീജേട്ടത്തി എന്ന് വേദ പറയുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവർ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് വേദ പോകാനൊരുങ്ങുമ്പോൾ ശ്രീജയാണെങ്കിൽ വേദയുടെ കൈ പിടിച്ചിട്ട് കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അപ്പോൾ വേദ പറയട്ടെ, എന്താ ശ്രീജേട്ടത്തി ഇങ്ങനെ, ഇതൊക്കെ ചെറിയ കാര്യമല്ലേ? അല്ല മോളെ, എനിക്കിത് വലിയ കാര്യമാണ്. ഈ ദരിദ്രവാസി പെണ്ണിന് ഇതൊക്കെ വലിയ കാര്യമാണ്. എനിക്ക് എന്നോട് തന്നെ അഭിമാനം തോന്നിയ നിമിഷങ്ങൾ കുറവാണ്. അത് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എൻ്റെ മോള് ജനിച്ചപ്പോഴാണ്. പിന്നെ അത് പക്ഷേ കൂടുതൽ കാലമൊന്നും നിന്നില്ല. പിന്നെ ഇപ്പോഴത്തെ ഈ ഒരു അനുഭവം. അപ്പം വേദ പറയാണ്, ശ്രീചേട്ടത്തിക്ക് ഇപ്പം തോന്നിയ ഒരു അഭിമാനം ഉണ്ടല്ലോ, അത് എന്നും നിലനിർത്തണം. ഇനിയും കൂടുതൽ പ്രതിസന്ധികളുണ്ടാവും. ഇനിയായിരിക്കും പ്രതിസന്ധികൾ ഉണ്ടാവുന്നത്. അതെല്ലാം തരണം ചെയ്ത് മുന്നേറണം. ഒരു പ്രതിസന്ധിയിലും നമ്മൾ തോറ്റുപോകാൻ പാടില്ല. നമ്മൾ വിജയിക്കുമെന്ന് മനസ്സിൽ ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം മറികടന്ന് എത്തുമെന്നൊക്കെ വേദ പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ ശ്രീചേട്ടത്തിയുടെ ബിസിനസ് ഇവിടെ മാത്രം ഒതുങ്ങേണ്ടതല്ല, അത് ഒരു വലിയ ബിൽഡിങ്ങിലേക്ക് അത്ര ഉയരത്തിലേക്ക് ഉയരേണ്ട കാര്യമാണ്. അവിടെ MD കസേരയിൽ ഞാൻ ശ്രീചേട്ടത്തി ഇരുത്തും. അപ്പോൾ ശ്രീജയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ശരി ശ്രീചേട്ടത്തി എന്നും പറഞ്ഞ് വേദ അങ്ങ് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് വേദയും ദർശനയാണ്. ദർശനിക്കാണ്, വീട്ടിലൊരു പൊട്ടിത്തെറി നടക്കുമോ? അത് നടക്കത്തില്ല. അതിന് മുമ്പ് എനിക്ക് തടയിട്ട് വിക്രം നിൽപ്പുണ്ട്. ഞാൻ ആദ്യം ആ വീട്ടിൽ ചെന്നപ്പോൾ വിചാരിച്ചത് നന്ദിനി ഏട്ടത്തിയാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരിയെന്ന്. അല്ലല്ല, നന്ദിനി ഏട്ടത്തി വേറെ കുശുമ്പും മാത്രമേ ഉള്ളൂ. പക്ഷേ വിനായകനേട്ടൻ അങ്ങനല്ല. വിനായകേട്ടനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. കാരണം ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വിക്രത്തിൻ്റെ വിതരണം വളരെ മോശമാകുമെന്നും വിചാരിച്ച് അയാൾ ജയിലിൽ കിടന്നപ്പോൾ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. ദേഷ്യം പറയാണ്, നമ്മൾ കോളേജിൽ പഠിച്ചപ്പം ഒരു ഷേക്സ്പിയറിൻ്റെ കഥ പഠിച്ച ജൂലിയസ് സീസറിനകത്ത് അതിനകത്ത് ഒരു ക്യാരക്ടറുണ്ട്, സൂത്രശാലിയായ ക്രൂരൻ. അത് ഓർക്കുമ്പം വിനായകനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് എന്ന് ദേഷ്യം പറയുകയാണ്. അതേ ദേഷ്യം, വിനായകൻ അത്രയ്ക്കും സൂത്രശാലിയാണെന്ന് വേദയും പറയുകയാണ്. മാത്രമല്ല കള്ളം പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അത് തടി തപ്പാന്നും അയാൾക്കറിയാം എന്ന് വേദ പറയുകയാണ്. അടുത്ത് എന്ത് കള്ളമാണ് അയാളെന്ന് പറഞ്ഞത്, അത് വീട്ടിൽ വെച്ച് പിടിക്കുമ്പം അച്ഛനത് കാണുമെന്നും ഇപ്പോൾ വിക്രത്തിനോട് ദേഷ്യമാവുമെന്നൊക്കെയാണ് വിക്രത്തിനോട് അത് പറഞ്ഞത്. അപ്പം നമ്മളോട് പറഞ്ഞ കാര്യം വേദ വിക്രത്തിനോട് പറയാൻ എന്താണെന്ന് ദർശൻ ചോദിക്കുകയാണ്. അത് ഞാൻ പറഞ്ഞില്ല, പക്ഷേ അയാൾ നമ്മുടെ അടുത്ത് പറഞ്ഞ വേറൊരു കാര്യമാണല്ലോ എന്ന് ദേഷ്യം പറയണം. അത് ഒരു കള്ളം വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ മറന്നുപോയി കാണും. അന്ന് പറഞ്ഞ കള്ളം മറന്നുപോയി കാണുമായിരിക്കും. വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ വിക്രത്തിന് ഇപ്പോൾ ഒരു ത്യാഗിയുടെ മൂഡാണ്. എന്തായാലും വന്നു, എന്തായാലും ഞാൻ അനുഭവിച്ചു, ഇനിയിപ്പം അത് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കണ്ട എന്നൊക്കെ ഒരു ത്യാഗിയുടെ മൂഡാണെന്ന് വേദ പറയുകയാണ്. പക്ഷേ അയാൾ ഇപ്പോഴും അവമാനം സഹിച്ചല്ലേ ജീവിക്കുന്നത്. അപ്പോൾ അതും ജീവിതത്തിൽ നിന്ന് മാറ്റണ്ടേ ഇല്ലയോ എന്ന് ചോദിക്കുകയാണ്. അപ്പം വേദ പറയാണ്, അങ്ങനൊന്നുമില്ല. വേദ അതങ്ങ് സമ്മതിച്ചു കൊടുത്തോന്ന് ദർശനം ചോദിക്കുകയാണ്. ഞാൻ സമ്മതിച്ചൊന്നും കൊടുത്തില്ല, എന്നോട് ആരോടും പറയില്ലെന്നും പറഞ്ഞ് കെഞ്ചുവാണ്. എന്നിട്ട് വേദ എന്താ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഞാൻ ആരോടും പറയത്തില്ല. ശരി, എന്നാൽ ഞാൻ മലയ്ക്ക് പോയിട്ട് വന്നിട്ട് ആ ശ്രീനിവാസനോടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞു. നല്ലൊരു പൂട്ടാണല്ലോ വേദ പൂട്ടിയത്. പക്ഷേ പുള്ളിക്കാരൻ സമ്മതിച്ചൊന്നുമില്ല. അയാളുടെ മരുമകന് ഈ കേസിനകത്തുണ്ടെന്ന് പറഞ്ഞിട്ടും വിശ്വസിച്ചില്ലേ എന്ന് ദർശൻ ചോദിക്കണം. ഇല്ല, അത്രയ്ക്ക് സ്വാധീനം ശ്രീനി സാറിന് ഉണ്ടെന്ന് ദർശൻ പറയുകയാണ്. അപ്പം അങ്ങനെ അവർ സംസാരിച്ചിട്ടുണ്ടെന്ന് വേദ അങ്ങ് പോകാൻ വേദയെ വീണ്ടും ദർശൻ വിളിച്ചിട്ട് പറയാണ്, അത് വാസവനും ശ്രീകാന്തും തമ്മിൽ പുതിയൊരു കൂട്ടുകെട്ടുണ്ടായെന്ന് ഞാൻ അറിഞ്ഞ്. പുറത്ത് വെച്ച് അവർ തമ്മിൽ കാണാറുണ്ടെന്നുണ്ട്. അപ്പോൾ വേദ ചോദിക്കുക, ആണോ? അത് സൂക്ഷിക്കാൻ വിക്രമനോട് പറയണം എന്ന് പറയണം, അയാളുടെ സ്വഭാവം അറിയാലോ എന്ന് പറയാണ്. അപ്പം അറിയാമെന്നും പറഞ്ഞ് വേദ അങ്ങ് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് ശ്രീകാന്തിൻ്റെ അടുത്താണ്. ശ്രീകാന്തിൻ്റെ അടുത്ത് വേദ വരികയാണ്. വേദ വന്നിട്ട് ചോദിക്കുകയാണ്. വേദ വരുമ്പോഴേ ശ്രീകാന്ത് കളിയാക്കാൻ തുടങ്ങുകയാണ്.
ഓ വാ വാ എന്ന് പറയുന്നത്, നീ ഇങ്ങോട്ട് വരണ്ടാന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, ഇത് നിൻ്റെയും കൂടെ സ്ഥാപനമാണല്ലോ എന്ന് പറയാണ്. അപ്പോൾ വേദ പറയാണ്, ഇത് എൻ്റെയും കൂടെ സ്ഥാപനമാണെങ്കിലും ഞാനൊരു അവകാശത്തിനും വരുത്തില്ല, അത് നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളിപ്പോൾ ഉള്ള കൂട്ടുകെട്ട് നിങ്ങളുടെ ഉള്ള അടുപ്പം അങ്ങ് നിർത്തുന്നത് നല്ലത്. അപ്പം വേദ ഇങ്ങനെ പറയുന്ന നിൽക്കുമ്പോൾ ശ്രീകാന്ത് വിചാരിക്കുന്നത് വിക്രമും കണ്ടുപിടിച്ച ശ്രീകാന്തും വേറൊരു പെണ്ണും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിച്ച കാര്യം വേദ അറിഞ്ഞെന്ന രീതിയിലാണ് നമ്മൾ ശ്രീകാന്ത് ആദ്യം വിചാരിക്കുന്നത്. അവൻ പറയുന്നതെല്ലാം കള്ളത്തരമാണ്, നമ്മൾ തമ്മിൽ തെറ്റിക്കാൻ പറയുകയാണെന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് ഓരോന്ന് പറയും. അതിന് എന്നോട് വിക്രം ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് വേദ പറയുകയാണ്. പിന്നെയാണ് മനസ്സിലായത് വാസവൻ്റെ കാര്യമാണ് പറയുന്നത്. അന്നേരം പറയാണ്, നിങ്ങൾ ഇനി ദയവ് ചെയ്ത് ഉപദ്രവിക്കില്ലേ, വിക്രം എങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ചു പൊക്കോട്ടെ, ഈ മലയ്ക്ക് പോയിട്ട് വന്നിട്ട് പഴയ വഴിക്ക് നടത്താതിരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഞാൻ, അതിനകത്ത് ഇടയ്ക്ക് വന്ന് നിങ്ങൾ വന്ന് ഇടപെടല്ലേ എന്നൊക്കെ പറയണം. നിങ്ങളുടെ കൂട്ടുകാരൻ വാസവനോട് ഇത് പറയണം എന്ന് പറയാണ്. പിന്നെ നിങ്ങൾക്കൊരു ഭയം കാണും, ഞാൻ ഈ കസേരയിലേക്ക് തിരിച്ചു വരുമോ, അല്ലെങ്കിൽ എൻ്റെ അവകാശം വെച്ച് എൻ്റെ ഭർത്താവ് വിക്രം വരുമോ എന്നുള്ള ഭയം കാണും. അതൊന്നും വേണ്ട, ഞങ്ങൾ എന്തായാലും വരത്തില്ല. അപ്പം നമ്മുടെ ശ്രീകാന്ത് പറയണം, നീ എന്തായാലും തിരിച്ചു വരും, അവൻ ഏതെങ്കിലും കത്തി മുനയിൽ ഒടുങ്ങുമ്പം നീ വിധവയാകുമ്പോൾ തിരിച്ചു വന്ന് നിനക്ക് ഇത് തിരിച്ചു വരുമല്ലോ, അപ്പം നിനക്ക് അന്നേരം ഈ ബിസിനസ് ഏറ്റെടുക്കാമല്ലോ എന്ന് പറയുകയാണ്. അപ്പം വേദ പറയണം, ഞാൻ എന്തായാലും അങ്ങനെ ഒരു വിധി ഉണ്ടായാലും ഞാൻ തിരിച്ചെന്തായാലും വരത്തില്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. മാത്രമല്ല എൻ്റെ ഭർത്താവ് ഇതിനൊരു അവകാശം ചോദിച്ചുകൊണ്ട് വരുത്തുമില്ല എന്ന് പറയുകയാണ്. അമ്മ ജീവിച്ചിരിക്കുമ്പോൾ മോള് വിധവയായിട്ട് ജീവിക്കാനാണോ ജീവിക്കേണ്ട ഒരവസ്ഥ വന്നാൽ നീ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്ന് ശ്രീകാന്ത് പറയാണ്. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എൻ്റെ വിധിയാണെന്ന് പറഞ്ഞ് ഞാനങ്ങ് സ്വയം സമാധാനിക്കും എന്നൊക്കെ പറയാണ്. എന്നിട്ട് പറയാണ്, ഇനി ഞങ്ങളെ ഉപദ്രവിക്കാൻ വരില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗ്രൂപ്പിലേക്ക് അപേക്ഷിക്കുകയാണ് വേദ എന്നും പറഞ്ഞ് വേദ അങ്ങ് പോവുകയാണ്. ഇതൊക്കെയാണ് വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.